ില്ലെന്ന് അല്ലെ? ചില കബറുകൾ ചില സമയം കഴിഞ്ഞാൽ അത് തൊണ്ടി നോക്കിയാൽ മാന്തി നോക്കിയാൽ അതിലൊന്നും കാണുന്നില്ല. പക്ഷെ നീ വിചാരിക്കേണ്ട മയ്യത്ത് എങ്ങോ നഷ്ടപ്പെട്ടു പോയി, ഡിസപ്പിയർ ആയി എന്ന് വിചാരിക്കേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ മുനഅമുൻ ഔ മുഅദ്ദബുൻ ഇലാ യൗമിൽ ഖിയാമ, ലോകം അവസാനിക്കുന്ന സമയം വരെ ഒന്നുകിൽ അതിന് പ്രതിഫലമോ അല്ലെങ്കിൽ അതിന് സുഖമോ ശിക്ഷയോ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സംശയം എവിടുന്ന് കിട്ടി? വഹ്യാണ്, വേറെ ഒരു തെളിവില്ല, ഒരു സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പരലോക ജീവിതം ആലമുൽ ബർസഖ് എന്ന് പറയാൻ കാരണം. നരകവും സ്വർഗവും ഖബറിൽ നോക്കിക്കാണാൻ പറ്റുമെങ്കിൽ ലോകത്ത് ആരാ മുസ്ലിം ആവാതിരിക്കുക? ഖബറിലേക്ക് നോക്കിയ ചില തീ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖബറിൽ തീയാളുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുൽ ഹമീദ് ഇബ്നു മഹ്മൂദ് അൽ മഗൂലി റഹിമഹുല്ലാഹ് പറയാ, ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ, ഹജ്ജിന് വരുന്ന ആളുകൾ വന്നു. അവർ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഹജ്ജിന് വന്നൊരു സംഘമാണ്, പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ന മക്കയുടെ പരിസരത്തേക്ക് എത്തിയപ്പോ, മദീനയുടെ പരിസരത്ത് എത്തിയപ്പോ ഇതാ ഞങ്ങളിൽപ്പെട്ട ഒരാൾ രോഗം വന്ന് മരിച്ചുപോയി. ഞങ്ങൾ അയാൾക്ക് ഖബർ കുഴിച്ചു. ആ ഖബറിൽ ഞങ്ങൾക്ക് പാമ്പിനെ കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ ആ ഖബർ പെട്ടെന്ന് മൂടി. മറ്റൊരു ഖബർ കുഴിച്ചു ഞങ്ങൾ, അവിടെയും കണ്ടു ഞങ്ങൾ സർപ്പത്തെ കണ്ടു. ഞങ്ങൾ അതും മൂടി. ഇബ്നു അബ്ബാസ് മൂന്നാമത്തെ ഒരു ഖബർ, ഹജ്ജിന് പുറപ്പെട്ട ആളാണ്. അല്ലാഹു തആല ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. എന്താണ് പരലോക ജീവിതം? എല്ലാവർക്കും എല്ലാം കാണിച്ചു തരൂല. അമ്പിയാക്കന്മാർക്ക് കാണിച്ചു കൊടുത്തു, ചില സ്വാലിഹീങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അത് മതി ബുദ്ധിയുള്ളവന് മനസ്സിലാവാൻ. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ആൻസർ പേപ്പർ ടീച്ചർ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് ഇരുത്തിയാൽ ആ പരീക്ഷയ്ക്ക് വിലല്ല. അല്ലാഹു തആല നേരിട്ട് ഇറങ്ങി വന്നാൽ ആരാ വിശ്വസിക്കാതിരിക്കുക? അതുകൊണ്ടല്ലേ മസീഹു ദജ്ജാൽ പുറപ്പെട്ടാ പിന്നെ അതുവരെ വിശ്വസിക്കാത്തവന് വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹ് സ്വീകരിക്കൂല. ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെട്ടാൽ ഏതാണ് ആദ്യം വരിക എന്ന് അല്ലാഹു അലം. ഹദീസുകളെ കൊണ്ട് നമുക്ക് ചില സീക്വൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഉറപ്പില്ല. ആരാദ്യം പുറപ്പെട്ടോ, അദ്ദജ്ജാൽ വദാബത്തുൽ അർള് വതുലൂഉ ശംസ് മിൻ മഗ്രിബിഹാ, ഇത് മൂന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധ നാവ് കൊണ്ട് പറഞ്ഞ അത്ഭുതങ്ങളാണ്. ഇത് നടന്ന് കണ്ടാൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണല്ലോ ഇത്. പടച്ചോനെ, ഇത് മുസ്ലിമീങ്ങൾ പറയുന്ന കാര്യമാണല്ലോ, ഇത് ശരിയായി പുലർന്നല്ലോ, ഞാൻ മുസ്ലിം ആവട്ടെ. വേണ്ട. ലാ തൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. അതുവരെ വിശ്വസിക്കാത്തവൻ പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അത് വിശ്വാസമല്ലല്ലോ. ആമന എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീന യഹ്മിലൂനൽ അർശ വയുമിനൂന ബി, അർശിനെ ചുമക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ എങ്ങനെ? അർശിനെ ചുമക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ വയുമിനൂന, അവർക്ക് വിശ്വാസമുണ്ട്, ഈമാനുണ്ട്. ആർക്ക്? മലക്കുകൾക്ക്. എപ്പോഴാ വിശ്വാസം എന്ന് പറയാ? കാണുന്നതിനെ പറ്റിയല്ല വിശ്വാസം എന്ന് പറയാ, കാണാത്തതിനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ? കാണാത്തതല്ലേ വിശ്വസിക്കുക. കാണുന്നതിനെ പറ്റി ഷഹാദ, സാക്ഷി പറയാന്ന പറയാ, വിറ്റ്നസ്. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ സീറ്റ് ഓഫ് പവർ, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ സിംബൽ അർശ് എന്താണെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ആ അർശിനെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവര് പോലും അല്ലാഹുവിനെ അന്നേരം കാണുന്നില്ല, അവരും അല്ലാഹുവിൽ ഈമാനുള്ളവരാണ്. അല്ലാഹുവിനെ കാണുകയല്ല, പടച്ചതമ്പുരാനിൽ അവർക്ക് പോലും ഈമാനുണ്ട്. സുബ്ഹാനല്ലാഹ്. കാണാതിരിക്കുമ്പോഴാ ഈമാൻ എന്ന് പറയാ. അപ്പോ ഖബറും ഞാൻ തുറന്നു കാണട്ടെ, എനിക്ക് അവിടെ കൊണ്ടുപോയി മൈക്ക് വെക്കട്ടെ, അവിടെ ഇടിയുണ്ട്, അവിടെ ചവിട്ടുണ്ടെന്ന് ശബ്ദം കേൾക്കോ? നീ ഒന്നും കേൾക്കൂല. അത് ചില ആളുകൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തു. ഈ ഉമ്മത്ത് അത് സ്വീകരിച്ചു മനസ്സിലാക്കി പോന്നിരിക്കുകയാണ്. അതല്ല ആവശ്യം, അതിന്റെ മുമ്പ് നീ വിശ്വസിക്കുക. ചില ആളുകൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അതാണ്. അവര് പറഞ്ഞു, ഇബ്നു അബ്ബാസ് 3 ഖബറുകൾ കുഴിച്ചിട്ട് 3ലും ഞങ്ങൾക്ക് പാമ്പിനെ കാണാൻ പറ്റി. അസ്വ എന്ന് പറഞ്ഞ വിഷമുള്ള പാമ്പ്, സർപ്പന്റ്, ഭയങ്കരമായ പാമ്പിനാണ് സർപ്പന്റ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ذاك الفعل الذي كان يفعله
അവൻ ചെയ്ത ചില പ്രവർത്തനങ്ങൾ ഫലമായി അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണത്. നിങ്ങൾ പോയി അതിലേതെങ്കിലും ഒരു ഖബറിൽ അവനെ മറവ് ചെയ്തേക്കണം, മറവ് ചെയ്തേക്ക്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ഹഫർതുമുൽ അർള കുല്ലഹാ, ഭൂമി മുഴുവനും നിങ്ങൾ കുഴിച്ചുവിന് ഖബറുണ്ടാക്കി എന്ന് വിചാരിക്കുക. ലവജത്തുമൂഹു ഫീഹാ, ആ ഖബറിലെല്ലാം നിങ്ങൾക്ക് പാമ്പിനെ കാണാൻ കഴിയുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇയാളെ മറവ് ചെയ്തേക്ക്, ഒന്നും ചെയ്യാൻ പറ്റൂല. അവന്റെ ഖബർ ഇതാണ്. മറവ് ചെയ്തിട്ട് ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന ഇവർ ആ മനുഷ്യന്റെ ഏതാനും ചില കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി? കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ മറവ് ചെയ്ത് പോരാണ്, മരിച്ചു, ഹജ്ജിലേക്ക് എത്തിയില്ല, ഇങ്ങനെയൊക്കെയാണ്. എന്താ ഭർത്താവിന്റെ ജോലി എന്ന് പറഞ്ഞു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു, ഗോതമ്പ് വിൽക്കുന്ന ആളായിരുന്നു. ഒരാൾ അദ്ദേഹത്തിന് താങ്ങാൻ മാത്രമുള്ള ഗോതമ്പ് എടുത്ത് കൊണ്ടുപോകും എല്ലാ ദിവസവും വിൽക്കാൻ. എന്നിട്ട് അതിൻ്റെ അത്ര തന്നെ കല്ലും ഗോതമ്പിന്റെ ചീളുകളും മറ്റു കനം കൂടാൻ വേണ്ടി അത്ര തന്നെ ഈ ഗോതമ്പിലേക്ക് മിക്സ് ചെയ്തിട്ട് കച്ചവടം ചെയ്തിരുന്ന ആളായിരുന്നു. നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അരി വന്നാൽ അതിൽ 1/2 കിലോ കല്ലുണ്ടാവും, അല്ലെങ്കിൽ 1/4 കിലോ കല്ല്. മനപ്പൂർവ്വം ഇടുന്നതാ. മനപ്പൂർവ്വം കല്ലിന്റെ അരിയുടെ അതേ കളറുള്ള കല്ല്. ഇതെങ്ങനെ അങ്ങനെ വരിക? ചെറുപയറിന്റെ അതേ നിറമുള്ള കല്ല്, മമ്പയറാണെങ്കിൽ അതിന്റെ നിറമുള്ള കല്ല്. മനുഷ്യന്മാരെ വഞ്ചിക്കാൻ. ഇങ്ങനെ വഞ്ചന ചെയ്ത മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയുടെ തുടക്കമാണ് ഖബർ. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറഹ്. പരലോകത്തേക്കുള്ള ജീവിതത്തിന്റെ യാത്രയുടെ ആദ്യത്തെ ഭവനമാണ് ഖബർ. ആ ഖബറിൽ അവിടെ രക്ഷയും ശിക്ഷയും ആരംഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മരിച്ചു പോകുന്ന മനുഷ്യൻ അറിയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ മുഅ്മിനിൻ യമൂത് മാ മിൻ മയ്യിത്തിൻ യമൂത്. മരിക്കുന്ന ഏത് മയ്യിത്തും എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാ പോണതെന്നാ. ദുന്യാവെന്ന് വിടുമ്പം തന്നെ കിട്ടും എങ്ങോട്ടാ വിസയെന്ന്. സുബ്ഹാനല്ലാഹ്, എങ്ങോട്ടാ പോണെന്ന് അറിഞ്ഞിട്ടേ പോണത്. അള്ളാഹു ആ നേരം നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. എന്താ ഇതൊക്കെ നമ്മൾ ഈ പറയണത്? എന്തിനെപ്പറ്റി? നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. കണ്ണ് ചിമ്മിയാൽ അറിയാൻ പോണ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പേടിയാവുകയാണ്. എന്താ റബ്ബേ ഇതൊക്കെ? ഏതാണ് ഈ ലോകം? അപ്പൊ ഖബർ അങ്ങനെയാണ്. ചിലർക്ക് അള്ളാഹു അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കും. ഖബറിൽ തീ കണ്ടിട്ടുണ്ട്, മദീനയിൽ തീ കണ്ടിട്ടുണ്ട്. ഖബറിന്റെ ഉള്ളിൽ മദീനത്തെ പ്രാന്തപ്രദേശങ്ങളിൽ മഹാനായ അംറു ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറഞ്ഞു തന്നിട്ടുള്ളത്. മദീനയിൽ ഒരാൾ തന്റെ സഹോദരി അവര് അസുഖമായി കിടന്നപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. രോഗബാധിതയാണ്. സന്ദർശിക്കാൻ ചെന്നു. ആ അസുഖത്തിൽ ആ പെണ്ണ് മരിച്ചു. അവരെ മറവ് ചെയ്തു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, മറവ് ചെയ്ത് തിരിച്ചു പോന്ന് വീട്ടിലേക്കെത്തി. തന്റെ ഒരു സഹോദരി, തന്റെ ഒരു ഉഖ്തുൻ ഫീ നാഹിയത്തിൽ മദീന, മദീനയിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്, പടച്ചോനെ എന്റെ ഒരു കീസ് ആ ഖബറിൽ വീണു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പേഴ്സ് കൊഴിഞ്ഞാടിയിട്ടുണ്ട്, മൊബൈൽ വീണിട്ടുണ്ട്, ഒന്ന് എടുക്കണം. എന്റെ ഒരു കീസ് കൊഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ പടച്ചോനെ, എന്ത് ചെയ്യും? വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന് ആവശ്യമുള്ളൊരു സാധനം. അങ്ങനെ ദറൂറത്ത് വന്ന സമയം ഉലമാ അത് ഇബാഹത്ത് ചെയ്യും. അദ്ദേഹത്തിന് അത്രക്ക് വിലപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ തന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോയി ആ ഖബർ തുറന്ന് തന്റെ നഷ്ടപ്പെട്ടു പോയ കീസ് എടുക്കാൻ ഖബർ തുറന്നപ്പോൾ ഖബർ തുറന്ന മനുഷ്യൻ പറഞ്ഞു തന്റെ സുഹൃത്തിനോട്, തനഹ. ഈ സുഹൃത്ത് തുറന്ന ആളോട് ഈ സഹോദരൻ, പെണ്ണിന്റെ സഹോദരൻ പറഞ്ഞു, ഒന്ന് മാറി നിൽക്ക്, എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ ഖബറിന്റെ കല്ല് ഒന്നിങ്ങനെ അടർത്തിയെടുത്തപ്പോൾ ഖബറിന്റെ ഉള്ളിൽ തീജ്വാലകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു. തന്നെ ഖബറുടെ മൂടി തീജ്വാലകൾ. ആരും അവിടെ കെരോസിൻ ഒഴിച്ചു പോയിട്ടില്ല, പെട്രോൾ ഒഴിച്ചു പോയതല്ല, കത്താണ്. ഖബറിന്റെ ഉള്ളിൽ കത്തല് കണ്ടപ്പോൾ ഖബർ മൂടി വെച്ചു. നേരെ പോയി റജഅഇല ഉമ്മി, ഉമ്മയോട് ചെന്ന് ചോദിച്ചു, ഉമ്മ, ഈ സഹോദരി, അകന്ന് താമസിക്കുന്ന ഈ സഹോദരി, അഖ്ബിർനി അമ്മാ കാനത് ഉഖ്തി അലൈ, എന്തായിരുന്നു ഉമ്മ എന്റെ പെങ്ങളുടെ കാര്യം? ചോദിച്ചു, മരിച്ചുപോയ മോളെ നീ എന്തിനാ ചോദിക്കുന്നത്? ഉമ്മ, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ഉമ്മ ചോദിക്കും, വഖദ് ഹലകത്, ഓള് മരിച്ചില്ലേ, ഇപ്പൊ എന്തിനാ അത് അറിയേണ്ടത്?
അഖ്ബിരീനി, പറഞ്ഞു തരൂ ഉമ്മ, എന്താണ് എന്റെ സഹോദരിക്ക് പറ്റിയത്? ഉമ്മ പറഞ്ഞു, കാനത് ഉഖ്തുക തുഅഖിറു സ്വലാ, നിസ്കാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോണ പരിപാടി ഉണ്ടായിരുന്നു. നിസ്കരിക്കൂല സമയത്ത്. വലാ തുസല്ലി ബിതുഹാറത്തിൻ താമ്മ, പരിശുദ്ധ വളരെ പരിപൂർണമായ ശുദ്ധിയിൽ നിസ്കരിക്കുകയുമില്ല. നിസ്കരിക്കൂല, നിസ്കരിച്ചാൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്നു കൊടുക്കുക. ഒന്നു കൊടുത്താൽ തന്നെ മുറിഞ്ഞ ഞാൻ മറ്റവരൊപ്പാണ്, ഞാൻ ഈ മസാലക്കൊപ്പ, ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, നിന്റെ ഒന്ന് ബാത്തിലാണ്, വേറെ ഒന്നെടുക്ക്. അവള് കേൾക്കൂല. അത് നമ്മൾ അമ്മയ്ക്കൂല. മറ്റേ അതീതുണ്ടല്ലോ, അനക്ക് ആൾക്കാരില്ലേ നിസ്കാരം കൊണ്ട് കളിക്കുന്നത്, വുദൂ കൊണ്ട് കളിക്കുന്നത്. ശുദ്ധീകരണം പോലും പൂർത്തിയായി ചെയ്യാത്തവളായിരുന്നു. അതുമാത്രമല്ല, അയൽപക്കത്തെ വീട്ടുകാർ ഉറങ്ങിയാൽ വീട്ടുകാരുടെ വാതിൽക്കൽ പോയി ചെവി വെച്ചവൾ കേൾക്കുമായിരുന്നു എന്തൊക്കെയാണ് സ്വകാര്യം അടക്കപ്പറച്ചിലുകൾ. എന്നിട്ടത് അയൽ വീട്ടുകാർക്ക് പറഞ്ഞ് ഏഷണയും പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ പറഞ്ഞത് എങ്കിലും ഉമ്മ, സഹോദരിക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഗഫറല്ലാഹു ലഹ, അല്ലാഹു അവൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സംഭവങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കാൻ. എല്ലാ ഖബറിനത് കിട്ടൂല. لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ ശുഹദാഇനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിക്കുന്ന ആളുകൾ, അവരെ പറ്റി നിങ്ങൾ വിചാരിക്കേണ്ട അംവാത്ത്, ഡെഡ് ബോഡികളാണെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നമ്മൾ വിചാരിക്കും, അങ്ങനെ മരിച്ചവരെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കുക. ഡെഡ് ബോഡി, ഡെഡ്, മരിച്ചു. അംവാത, മരിച്ചെന്ന് വിചാരിക്കല്ല. ബൽ അഹ്യാഉൻ, വിചാരിക്കല്ല എന്നല്ല, അല്ലാഹ് തിരുത്തി പറഞ്ഞുതരാം. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹും അല്ലാഹ്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എങ്ങനെ? ഹയാത്തൻ മഅല്ലാഹ്, അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകമായ രീതിയിലെ ജീവിതം അവർക്ക് അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ജീവനുണ്ട്. എങ്ങനെ നമുക്കറിയില്ല. പരിശുദ്ധമായ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ആ യുദ്ധത്തിൽ ഷഹീദായ മറ്റൊരു സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങളുടെ വാപ്പ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി എന്ന മഹാനായ സ്വഹാബിയുടെ വാപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഒരു ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ശുഹദാക്കളാണ്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ കാല് മുടന്തായിരുന്നു. ബദർ യുദ്ധം വന്നപ്പോ വാപ്പ പറഞ്ഞു, മക്കള് പറഞ്ഞു, അപ്പൊ നിങ്ങൾ യുദ്ധത്തിന് വരണ്ടോ? വാപ്പ പറഞ്ഞു, ഞാൻ പോരാണ്, എനിക്ക് മരിക്കണം, ഞാൻ പോരാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണം, ഞാൻ വരികയാണെന്ന് പറഞ്ഞു. പാപ്പ നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് മുടന്തില്ലേ? പിടിച്ചു നിർത്തി വാപ്പാനെ. ബദർ യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ ബദരീങ്ങളുടെ മഹത്വവും ബദരീങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലവും ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളോടല്ലേ അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തോളി, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, നബിയേ ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു. നബിയേ, എനിക്കങ്ങോട്ട് വരണം. എന്റെ മുടന്തങ്കാല് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. എന്റെ മക്കൾ എന്നെ തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. അവരെന്നെ ബദറിലേക്ക് വരാൻ സമ്മതിച്ചിട്ടില്ല. എന്റെ മക്കളോട് ഹബീബായ നബിയെ അങ്ങൊന്ന് പറയണം, വാപ്പാനെ തടയണ്ട, വാപ്പ വന്നോട്ടെ എന്ന്. എക്സ്ക്യൂസ് ഉണ്ട്, മുടന്തുള്ളവർ വരണ്ട, രോഗികൾക്ക് യുദ്ധ നിർബന്ധമല്ല, പക്ഷേ അദ്ദേഹത്തിന് വന്നേ പറ്റൂ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അത്ഭുതം. ആ ലോകം അത്ഭുതമുള്ള ലോകമാണ്. നമ്മൾ വേറെ പല വിഷയങ്ങളാണെന്ന് പറയാനുള്ളത്, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. ചില ആമുഖങ്ങൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുണ്ട്, ചില വിഷയങ്ങൾ. ഉഹദ് യുദ്ധം നടന്നു. അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ തുള്ളിച്ചാടിയിട്ടാ പോയത്. മക്കളാരും തടഞ്ഞു വെച്ചില്ല. അങ്ങനെയാണ്. മക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാപ്പാക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വാപ്പ വന്നോട്ടെ, വാപ്പാനെ തടയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് മുടന്തം കാലുകൊണ്ട് വാളെടുത്ത് യുദ്ധം ചെയ്ത് ഷഹീദായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഉഹദിലെ ശുഹദാക്കളെല്ലാം നിരന്നു കിടക്കുമ്പോ ഉഹദിൽ ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബത്തിനെ ശുഹദാഇനെ മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു താഴെയും അവരുടെ മീതെ ആനായ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരുടെ മുകളിലും അങ്ങനെ ഉഹദിൽ മറവ് ചെയ്തത്.
ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റൊരുപാട് ശുഹദാക്കളുണ്ട്. യാ അല്ലാഹ്. അന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 20. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം ജാബിർ തങ്ങൾക്ക് വയസ്സ് 60. 40 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം മുഴുവനും പ്രബലമായ ഹദീസിന്റെ റിവായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അഥർ, ചരിത്ര പണ്ഡിതന്മാർക്ക് ഒരു സംശയമില്ല, ആരും ലൈഫാന്ന് പറയില്ല, അങ്ങനത്തെ സംഭവം. 40 വർഷം കഴിഞ്ഞ് ഉഹദിന്റെ മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ, ആ ഉഹദ് പരിസരങ്ങളിൽ മഴ പെയ്തപ്പോ, ശക്തമായ മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ ഉഹദിന്റെ ശുഹദാക്കളുടെ ഖബറിന്റെ മുകളിലൂടെ വെള്ളം ഒലിച്ചുപോയി. അങ്ങനെ വന്നപ്പോ ഒരുപാട് ശുഹദാക്കളുടെ ഖബർ ഓപ്പണായി പുറത്തായി പോയി, മേലെ മണ്ണങ്ങ് നീങ്ങിപ്പോയി. യാ അല്ലാഹ്, 40 വർഷങ്ങൾക്ക് ശേഷം ജാബിർ റളിയല്ലാഹു അൻഹു സ്വന്തം ബാപ്പയെ മറവ് ചെയ്ത മോൻ ജീവിച്ചിരിക്കുന്ന കാലം മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവും അംർ ഇബ്നുൽ ജമൂഹ് എന്നവരും ബഹുമാനപ്പെട്ട 2 സ്വഹാബിമാരെ മറവ് ചെയ്ത ഖബറും പുറത്ത് ഒരുപാട് ഖബർ പുറത്തായി. പക്ഷെ അനുഭവം പറഞ്ഞു ജാബിർ റളിയല്ലാഹു അൻഹു ആണ്, എന്റെ വാപ്പയുടെ ഖബർ തുറന്നു വന്നപ്പോൾ വാപ്പയെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാണോ വാപ്പയെ മറവ് ചെയ്തത് അതേ കഫംപുടയിൽ. അപ്പാക്കൊരു കുഴപ്പവും പറ്റിയില്ല. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പയുടെ താഴെ കിടക്കുന്നു, വാപ്പയെ എടുത്തു മാറ്റി രണ്ടാമത് കഫൻ ചെയ്യണം. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ മറ്റൊരു ഖബറിൽ കുഴിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ അവരുടെ കൈ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അന്ന് മഹാനായ സ്വഹാബിക്ക് നെറ്റിയിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പിൽ ഇങ്ങനെ അമ്പ് വലിച്ചൂരിയിട്ട് കൈ ഇങ്ങനെ വെച്ച് ആ മുറിവിലാണ് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. കൈ ഇങ്ങനെ ഒട്ടിപ്പോയി. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മിഫ്സലുകൾ നിർത്തണം എന്നാണ്. കൈകാലുകൾ നിർത്തി കൊടുക്കണം, കണ്ണ് ചിമ്മി കൊടുക്കണം, വായ അടച്ചു വെച്ചു കൊടുക്കണം. പക്ഷേ യുദ്ധല്ലേ, കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും കൈ കഫൻ അവരെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ കഫൻ ചെയ്യാൻ നോക്കുമ്പോ എന്ത് ചെയ്യുന്നില്ല, കൈ കിട്ടുന്നില്ല. കൈ ഇവിടെ ഉറച്ചു പോയിട്ടുണ്ട്, കൈ ഉറച്ചിട്ടുണ്ട്. അങ്ങനെ മറവ് ചെയ്തത് അംർ ഇബ്നുൽ ജമൂഹ് കൈ നെറ്റിയിലാണ്, നെറ്റിയിലൊരു മുറിവിൽ ഇങ്ങനെ വെച്ചിട്ടാണ് മറവ് ചെയ്തത്. 40 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചു തരാൻ. ലാ തഹ്സബന്ന, വിചാരിക്കേണ്ട മരിച്ചു അവർ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുദ്ധ ഖുർആനിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ് ഈ പറയുന്നത്. അതുകൊണ്ടൊന്നും ശിർക്കും കുഫറും അല്ല മുഅ്മിനെ, അല്ലാഹുവിന്റെ ദീനല്ലേ ഇത്, ശുദ്ധ ഖുർആനല്ലേ ഈ പറയുന്നത്. അവർ ജീവനുള്ളവരാണ്. ബൽ അഹ്യാ. ജാബിർ തങ്ങൾ പറയുന്നു, അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ അവരുടെ കൈ, നെറ്റിയിൽ കിടക്കുന്ന കൈ ഒന്ന് നിർത്തി, കൈയൊക്കെ അതേപോലെ, ശരീരം അതുപോലെ, കഫം പുടക്ക് പോലും കുഴപ്പം പറ്റിയില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ടേ ഒന്നും സംഭവിച്ചില്ല. ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി, ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന്. ഞാൻ ആ കൈ ഇങ്ങ് വലിച്ചത് ഒന്ന് ശക്തിയോടുകൂടെ വലിച്ചപ്പോഴേക്കും അംർ ഇബ്നുൽ ജമൂഹ് എന്നവരുടെ നെറ്റിയിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞാൻ കണ്ടുവന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എത്ര കൊല്ലം കഴിഞ്ഞ്? 40 കൊല്ലം കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ തന്നെ വെച്ചു, അങ്ങനെ തന്നെ മറവ് ചെയ്തു രണ്ടാമത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഥാനി ഉമർ, ലോകം കണ്ട രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ, ഭയങ്കര മുത്തഖിയും വരിഉം അല്ലാഹുവിനെ ഭയപ്പെടുന്ന വലിയ മഹാനായിരുന്നു. അവരുടെ കാലത്ത് മദീനത്തെ റൗളയിൽ ഒരു ജൂതൻ വന്നിരിക്കാറുണ്ടായിരുന്നു. ഒരു ജൂത മുസ്ലിം, അദ്ദേഹം നല്ല തലപ്പാവൊക്കെ ധരിച്ച് മുസ്ലിമാണെന്ന് വിചാരിക്കുള്ള ആള് ജൂതനായിരുന്നു. ആൾക്ക് പണിയെന്ന് വെച്ചാൽ അവിടുത്തെ ശരീരം റൗളയിൽ നിന്ന് തുരന്നു കൊണ്ടുപോകാൻ മദീനയിലെ ജൂതന്മാർ 2 തവണ ശ്രമം നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും. അതിൽ ഒന്ന് ഈ പറഞ്ഞതാണ്. റൗള ഷരീഫിന് ഇന്ന് കെട്ടിടമുണ്ട് അല്ലേ? റൗള ഷരീഫിന് കെട്ടുണ്ട് അല്ലേ, മതിലുണ്ട്. റസൂലിന്റെ റൗള കണ്ടിട്ടില്ലേ? പക്ഷെ അതുണ്ടാക്കുന്ന കഥയാണ് ഈ പറയുന്നത്. അന്ന് ആദ്യകാലത്ത് അതില്ല, ഖബർ അങ്ങനെയാണ്. ഇപ്പുറത്ത് മസ്ജിദാണ്, പള്ളിയൊക്കെ അതിന്റെ ഉള്ളിൽ മണലാണ്. അപ്പൊ ഒരാൾ വന്ന് റൗളന്റെ അടുത്ത് മുസല്ല വിരിക്കും. അയാളാണ് ആദ്യം വരിക, അയാൾ അവസാനം പള്ളിയിൽ നിന്ന് പോവുക. ജനങ്ങൾ പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇയാൾ അവിടുത്തെ മണ്ണ് ഇങ്ങനെ മാന്തി ഒരു കുഴി ഉണ്ടാക്കുകയാണ്, ഒരു കൈ കൊള്ളുന്നത്ര കുഴി. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ തൊട്ടടുത്ത്
എന്തിന്? ആ ശരീരം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് കിട്ടിയാൽ ബാക്കിയുള്ള തന്റെ ശിങ്കിടിമാർക്ക് അറിയിച്ചു കൊടുക്കണം. എന്നിട്ട് മദീനത്ത് നിന്ന് പുറത്തുനിന്ന് തുരന്ന് കൊണ്ടുപോകാൻ അവർക്കറിയാമായിരുന്നു. നമ്മളെ ചില ആൾക്കാർക്ക് അത് വിശ്വാസമില്ലാത്തത്. എന്തൊരു അത്ഭുതം! ജൂതന്മാർക്ക് ഇത് അറിയുന്നു, ജൂതന്മാർക്കറിയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്തേക്ക് ഒരു ജൂതപ്പെണ്ണ് ഒരിക്കൽ വന്നു. അവർ വളരെ മിസ്കീനത്താണ്, പച്ച പാവപ്പെട്ട ഒരു പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവർക്ക് ഉള്ളത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ആയിഷ ബീവി, അള്ളാഹു നിങ്ങളെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷിക്കട്ടെ. അപ്പോ ഖബർ ശിക്ഷയെ പറ്റി അന്ന് ചർച്ച വന്നിട്ടില്ല. ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് ആ പെണ്ണ് പറഞ്ഞത് ജൂതന്മാർ പറയുന്ന അവരുടെ ഒരു വെറും വർത്താനാണോ അത് നബിയെ? അല്ല, യാഥാർത്ഥ്യം പറഞ്ഞു. ഹഖ്ഖുൻ യാ ആയിഷ, അത് സത്യമാണ്. ഖബറിൽ ശിക്ഷയുണ്ട്, അവിടെ രക്ഷയുമുണ്ട്. ആയിഷ ആദ്യം കേട്ടത് എവിടുന്ന? ഒരു ജൂതപ്പെണ്ണ് വന്ന് പറഞ്ഞു കൊടുത്തപ്പോഴായിരുന്നു. ആദ്യത്തെ അങ്ങനെ ഒരു വർത്തമാനം നടക്കും. മദീനയിലേക്ക് എത്തിയതിന് ശേഷമല്ലേ ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അവർക്ക് ഇതൊക്കെ അറിയാം. നമ്മളെ പോലെ അഹ്ലു കിതാബുകളല്ലേ, കിതാബ് നൽകപ്പെട്ട ആളുകളാണ്. പക്ഷെ അവരെ തിരുത്തി വേറെ വഴിക്ക് പോയി എന്ന് മാത്രം. കുഴിയെടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് സ്വപ്നം വന്നു, സ്വപ്ന ദർശനമുണ്ടായി. റുഅയ ഹഖ്ഖുൻ, കള്ള സ്വപ്നമല്ല, ഇത് കള്ള സ്വപ്നം പറയുന്ന നടക്കുന്ന കാരാണിത്. മഹാന്മാരായ ഉലമാ കാണുന്ന റുഅയ സ്വാദിഖ, സത്യസന്ധമായ സ്വപ്നം. എന്താ സ്വപ്നം? യാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ മദീനത്തെ പള്ളിയിൽ എന്റെ ഖബറിന്റെ അരികത്ത് വന്ന് മുസല്ല വിരിച്ചിരിക്കുന്ന മനുഷ്യനെ പിടിക്കണം. അവൻ മുസ്ലിമല്ല, ജൂതനാണ്. അയാൾ ഇരിക്കുന്ന മുസല്ല എടുത്തു മാറ്റിയാൽ അതിന്റെ ഉള്ളിൽ കുഴി കാണും. ഇയാൾ ചെയ്യുന്ന പണി ഇന്നതാണ്. അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അയാൾക്ക് വേണ്ട ശിക്ഷ നിങ്ങൾ കൊടുത്തേക്കണം. ഉടനയച്ചില്ലേ പോലീസിനെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു കൈയോടെ പിടിച്ചു നോക്കുമ്പോ യാ അല്ലാഹ്, ആഴത്തിൽ കുഴിയായിട്ടുണ്ട്. ഇയാള് പോകുമ്പോ ഒരു കീസയിട്ടാ പോവുക. പള്ളിയിൽ നിന്ന് പോകുമ്പോ വിചാരിച്ചു വല്ല അരിയ ഗോതമ്പൊക്കെ ആയിരിക്കും, നോക്കും മണലായി കൊണ്ടുപോകുന്നത്. അങ്ങനെ ശരീരത്തോടെ എത്താറായപ്പോഴേക്കും പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള സംരക്ഷിക്കപ്പെടണം. റൗള സംരക്ഷിക്കപ്പെടണമെങ്കിൽ റൗളക്ക് ചുറ്റും ബലിഷ്ഠമായ മതില് കെട്ടി തറ കെട്ടിയിട്ട് കെട്ടിടം പണിയണം. ഇനി ഒരു ശ്രമം ലോകാവസാനം വരെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ കെട്ടിടം പണിയണം. അങ്ങനെ കെട്ടിടം പണിയാൻ ഇന്നത്തെ റൗള ഷരീഫിന്റെ ആ അടിസ്ഥാന കെട്ടിടത്തിന്റെ തുടക്കം ഈ സംഭവമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സംഭവം. കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തറ കീറണല്ലോ, കുഴി കുഴിക്കണം. ആദ്യമായിട്ടാണ് അങ്ങനെ മസ്ജിദുൻ നബവിയിൽ ഹബീബിന്റെ റൗളക്ക് ചുറ്റും ഒരു കുഴി കുഴിക്കുന്നത്, തറ കെട്ടാൻ വേണ്ടി. ആരാണ് അവിടെ കിടക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തോളിനോട് ചേർന്ന് കിടക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവരുടെ തോളിനോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ തങ്ങളുടെ തോളിനോട് വെച്ച് തല വെച്ച് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഏറ്റവും മുകളിലെ തല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നോക്കിയാൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മൂന്ന് പേരാണല്ലോ ഉള്ളത്, സ്വഹിബൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു. ഇങ്ങനെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നാ, ഇങ്ങനെ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നു. യാ അല്ലാഹ്. ഒരിക്കൽ മദീനയിലെ സംഭവത്തിലേക്ക് തിരിച്ചു വരാം. മദീനയിലെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരുടെ ഗേറ്റ് കീപ്പർ ആയിരുന്നു. ബഹുമാനപ്പെട്ടവരെങ്ങനെ ഗേറ്റ് കീപ്പറാ. ആരെങ്കിലും പേര് നബിയെ കടത്തിവിടണോ? ആരാണ് ചോദിക്കുമ്പോ അന്നാളെ വിട്ടേക്കെന്ന് പറയും. അങ്ങനെ ആളുകളെ കടത്തിവിടുന്ന ബവ്വാബ് റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഗേറ്റ് കീപ്പർ ആയിട്ട് ഞാൻ നിന്ന കഥ എന്ന് പറഞ്ഞ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ പറഞ്ഞു, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു തോട്ടത്തിലെ അരുവിന്റെ ഒരു കിണറാണെന്നും ഹദീസിലുണ്ട്. അതിലേക്ക് കാലിട്ട് ഒരൽപ്പം വെള്ളത്തിലേക്ക് കാല് വെച്ച് തങ്ങൾ വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ചില പ്രത്യേക അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. നബിയെ സിദ്ദീഖ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? കടത്തിവിട്ടേക്ക് വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. വബശ്ശിർഹു ബിൽ ജന്ന, കടത്തിവിട്ടേക്കും സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. എന്താണ് അതൊക്കെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു. വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബലിയത്തിൻ തുസീബുഹു, ഒരു പ്രയാസം വരാൻ പോകുന്നുണ്ട് അവർക്ക്, പക്ഷേ അല്ലാഹു അതിന്റെ പിറകെ അവർക്ക് സ്വർഗ്ഗം കൊടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞേക്കണം.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും നിഷ്ഠൂരമായി വധിക്കപ്പെട്ട അവസ്ഥയിലാണ് വഫാത്താകുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയല്ലേ. നബി തങ്ങൾ അത് പറയാണ്, ഫീ ബലിയത്തിൻ തുസീബു, വലിയൊരു പ്രയാസം വരാനുണ്ട് അവർക്ക്, പക്ഷേ സ്വർഗ്ഗം എന്ന് പറഞ്ഞുകൊടുത്തേക്കിൻ അലി റളിയല്ലാഹു അൻഹു വന്നു. 4 പേരിങ്ങനെ ഇരിക്കുമ്പോ ഹബീബ് ഏറ്റവും അടുത്ത കൂട്ടുകാർ, അവരോട് ചില വിഷയങ്ങളൊക്കെ അങ്ങനെ പറയില്ല. അടുത്ത ആൾക്കാരാകുമ്പോ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ സിദ്ദീഖ്, യാ സിദ്ദീഖ്, നമുക്ക് ഉപകാരം ചെയ്തു തന്ന എത്രയോ ആളുകൾ, അവർക്കൊക്കെ തിരിച്ചു നാം ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരം ലാ യുകാഫിഉക ബിഹാ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാർക്കും നിങ്ങൾ ചെയ്തതിന് പകരം തരാൻ കഴിയില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, തആല യാ ഉമർ, ഉമറേ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ അടുത്ത് വന്നിരുന്നു. എന്താണ് ആ രംഗമൊക്കെ അല്ലേ? സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും 2 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. യാ ഉമർ കുൻത ശദീദൻ അലൈനാ, ഉമറേ നിങ്ങൾ നമ്മളോട് വല്ലാതെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. എന്താണ്? അന്ന് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുന്നത്? അന്ന് കൊല്ലാൻ വേണ്ടി പോകുമ്പോഴല്ലേ? ചരിത്രങ്ങൾക്കറിയാം. കുൻത ശദീദൻ അലൈനാ ഫമന്നല്ലാഹു അലൈക ബിൽ ഹിദായ, നിങ്ങൾ നമ്മളോട് വല്ലാതെ ദേഷ്യമുള്ള ആളായിരുന്നല്ലേ ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്ന് അനുഗ്രഹിച്ചില്ലേ ഉമറേ. അടുത്ത് വന്നിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിരുന്നു. ഉസ്മാൻ, എന്റെ 2 മക്കളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, റുഖയ്യയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമാ. 2 പേരും മരിച്ചു, 2 പേരും വഫാത്തായി. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ വർത്താനം ഉണ്ടായിരുന്നു, അള്ളാന്റെ റസൂലിന്റെ 2 കുട്ടികളെ കെട്ടിച്ചെടുത്തിട്ട് 2 ആളും മരിച്ചല്ലേ. ആൾക്കാരിങ്ങനെ പറയില്ലേ, പിന്നെ ആരെയും കെട്ടിച്ചെടുക്കുമോ അവർക്ക്? സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കുകളൊക്കെ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരുന്നു. ഇത് തങ്ങൾക്കറിയാം. യാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ, എന്റെ റുഖയ്യ ഉമ്മു കുൽസൂമിനെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു. വലൗ കാനത് ലീ ബിൻതുൻ, എനിക്ക് വേറെ ഒരു മോൾ ഉണ്ടായിരുന്നുവെങ്കിൽ മാ സവ്വജഹാ ഇല്ലാ ഇയ്യാക്, എന്റെ ആ മോളെയും നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരുമായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തർക്കും ആ സന്തോഷം കിട്ടുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലി, യാ അലി, അല്ലയോ അലി എന്നവരെ, എന്റെ മോൾ ഫാത്തിമാക്ക് നിങ്ങളാണ് യോജിച്ച പുതയാപ്പിളയെന്ന് അല്ലാഹുവാണ് എന്നെ അറിയിച്ചത്. അലിയെ, ലൗലം തുഖ്ലഖ്, നിങ്ങളെ അല്ലാഹു പടച്ചില്ലായിരുന്നുവെങ്കിൽ മാ വജത്തു കുഫ്അൻ ലിബിൻതി, എന്റെ മോൾക്ക് യോജിച്ചൊരു പുതയാപ്പിളയെ എനിക്ക് കിട്ടില്ലായിരുന്നു അലിയെ. യാ അല്ലാഹ്. ഒക്കെ പറഞ്ഞിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന 2 പേർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, ഇങ്ങനെയാണ് നമ്മൾ 3 പേരും സ്വർഗ്ഗത്തിൽ കടക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാ കിടക്കുന്നത്, എല്ലാവരും സ്വർഗ്ഗത്തിലാ. സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളിൽ തോൾ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെയാ സ്വർഗ്ഗത്തേക്ക് പോയി കിടക്കുക. ആ കടത്തം റൗദയിൽ കിടക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് തങ്ങളും. ഇതൊക്കെ ഭയങ്കര ദീർഘദൃഷ്ടിയല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് കെഞ്ചി ചോദിച്ചതാ, എനിക്ക് കുറച്ച് സ്ഥലം തരുമോ അവിടെ കിടക്കാൻ, ഞാൻ മരിച്ച എന്നെ അവിടെ മറവ് ചെയ്യണട്ടോ എന്റെ ഹബീബിന്റെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കിടക്കുന്ന റൗദയാണത്. യാ അല്ലാഹ്. കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൗദയുടെ ചുറ്റും. കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് വലിയ താബിഈങ്ങളിലെ പ്രമുഖന്മാർ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അടക്കം 100ഓളം സ്വഹാബികൾ ജീവിച്ചിരിപ്പുള്ള കാലമാണത്. താബിഈങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇല്ല. ഉഹദിലെ സംഭവം നടക്കുമ്പോൾ 100ഓളം സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഈ സംഭവത്തിൽ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അഫ്ദലു താബിഈൻ, താബിഈങ്ങളിലെ വളരെ പ്രധാനിയായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആണ് അവിടെ മദീനയിൽ വന്നിട്ടുള്ളത്. മറ്റു താബിഈങ്ങളെ ബാക്കിയുള്ളൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലല്ലേ. കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴിയിൽ കാണുന്നു രക്തം, ചോര കാണുന്നു. കുഴിച്ചുകൊണ്ടിരിക്കുക, മൺവെട്ടി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കളച്ചിരിക്കുകയാണ്. ചോര വന്നു, ഉടനെ തന്നെ ജോലി നിർത്തിവെച്ചു. യാ അല്ലാഹ്, റൗദ ഷരീഫിൽ കുഴിച്ചപ്പോൾ ചോര കാണുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണം? അങ്ങനെ വിളിച്ചുകൊണ്ടുവന്നു സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ. ബഹുമാനപ്പെട്ടവർ അവിടത്തേക്ക് വന്നു. ബഹുമാനപ്പെട്ടവർ കുഴിയിലേക്ക് ഇറങ്ങി.
ഇറങ്ങിയിട്ട് അവിടുത്തെ മണ്ണ് ഇങ്ങനെ മാന്തി നോക്കിയിട്ട് കാലിങ്ങനെ നോക്കുമ്പോ ഒരാളുടെ കാലാണ് കാണുന്നത്. യാ അല്ലാഹ്, ആ കാല് തിൽക റിജ്ലു ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണെന്ന് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ സാക്ഷി പറഞ്ഞു. എന്താ സംഭവിച്ചത്? കുത്തിയ കൂട്ടത്തിൽ അറിയാതെ മൺവെട്ടി തട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, തട്ടിയതും ചോര വന്നു. എപ്പോ? എത്ര കൊല്ലങ്ങൾക്ക് ശേഷം? 10, 70, 80 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. സുബ്ഹാനല്ലാഹ്. ആരുടെ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിലാണോ മരിച്ചത്? അല്ല. ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലാണോ മരിച്ചത്? അല്ല. സുബഹിക്ക് ഇമാം നിൽക്കുമ്പോൾ ശത്രു വന്ന് കുത്തിയതാണ്. യുദ്ധത്തിലല്ല മരിച്ചത്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എന്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്, പക്ഷേ എന്റെ സമൂഹത്തിലെ അധിക ശുഹദാക്കളും വിരിപ്പിൽ കിടന്ന് മരിക്കുന്ന ആളുകളാണ്. അധിക ആൾക്കാരും വിരിപ്പിൽ കിടന്ന മരിക്കുക, യുദ്ധത്തിൽ മരിക്കുന്നവർ കുറച്ചുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്തിരുന്ന ഒരു ദുആയുണ്ട്. എന്താണ് ദുആ? വിചിത്രമായ ദുആയാണ്. അങ്ങനെ ചരിത്രത്തിൽ വേറെ ആരും ദുആ ചെയ്തിട്ടില്ല എന്നാണ്. അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, പടച്ചവനെ നിന്റെ നബിയുടെ നാട്ടിൽ മരിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണം. അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ, എനിക്ക് രക്തസാക്ഷിത്വം തരണം. ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, പടച്ചവനെ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് ഷഹീദാവണം.